അങ്ങനെ അടുത്ത ഏകദിനം എത്തിയിരിക്കുകയാണ്. നാളെയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ഏകദിനം. ഇപ്പോഴിതാ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. കോഹ്ലി ടീമിലേക്ക് തിരിച്ചെത്തി. അതുപോലെ വേറെ രണ്ട് സർപ്രൈസ് താരങ്ങൾ ടീമിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ഏകദിനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ മികച്ച ബൗളിംഗും ബാറ്റിംഗുമാണ് കാഴ്ചവെച്ചത്. ഇംഗ്ലണ്ട് ശരിക്കും നാണം കെട്ടു. ഗില്ലും ശ്രേയസും മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തു. ഇപ്പോഴത്തെ നാളത്തെ രണ്ടാം ഏകദിനത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ആദ്യമായി ഓപ്പണിംഗിലാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ജയ്സ്വാളിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ശുഭ്മാൻ ഗില്ലും രോഹിത് ശർമ്മയുമായിരിക്കും ഓപ്പണിംഗിൽ. അതുപോലെ ശ്രേയസ് അയ്യരെ മാറ്റുന്നില്ല. ശ്രേയസ് കഴിഞ്ഞ കളി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. വിരാട് കോഹ്ലി ടീമിലേക്ക് എത്തിയപ്പോൾ ജയ്സ്വാളിന്റെ സ്ഥാനമാണ് നഷ്ടമായത്. ഒരുപക്ഷെ ശ്രേയസ് കഴിഞ്ഞ മത്സരത്തിൽ ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ശ്രേയസിന്റെ സ്ഥാനം നഷ്ടമായേനെ. ഇനി ഇത് മാത്രമല്ല, ടീമിൽ വീണ്ടും മാറ്റങ്ങളുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ അക്സർ പട്ടേലിനെ മിഡിൽ ഓർഡറിൽ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കാരണം ലെഫ്റ്റ് റൈറ്റ് കോംബോയാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ രാഹുലിനെ ഒഴിവാക്കി ഋഷഭ് പന്തിന് സ്ഥാനം കൊടുക്കുകയാണ്. ഋഷഭ് പന്ത് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആണ്. ഇങ്ങനെ വരുമ്പോൾ അക്സർ പട്ടേലിനെ കറക്റ്റ് സ്ഥാനത്ത് തന്നെ കളിക്കാൻ സാധിക്കും. അതുപോലെ ബൗളിംഗിലും മാറ്റമുണ്ട്. കുൽദീപ് യാദവിന് പകരം വരുൺ ചക്രവർത്തി ആയിരിക്കും നാളത്തെ മാച്ചിൽ കളിക്കാൻ പോകുന്നത്. മൊത്തത്തിലൊരു അടിപൊളി മാറ്റമാണ് ഇന്ത്യ വരുത്തിയിരിക്കുന്നത്. ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായിട്ട് ടീമിൽ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. നാളത്തെ മാച്ച് ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. ആകെ കൂടി 3 ഏകദിനമാണ് ഇന്ത്യ ഇംഗ്ലണ്ടുമായിട്ട് കളിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ നോക്കാം. രോഹിത്, ഗില്ല്, ശ്രേയസ്, കോഹ്ലി, രാഹുൽ അല്ലെങ്കിൽ ഋഷഭ് പന്ത്, പാണ്ഡ്യ, അക്സർ, ജഡേജ, ഹർഷദീപ് സിംഗ്, വരുൺ ചക്രവർത്തി, മുഹമ്മദ് ഷമി. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ. സഞ്ജുവിനെ ഏകദിനത്തിൽ എടുക്കാത്തത് കൊണ്ട് ആരാധകർ നിരാശയിലാണ്. അവസാന ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ചിട്ടും സഞ്ജു ടീമിന് പുറത്താണ്. ഇതുവരെ ഒരു മാച്ച് പോലും കളിക്കാത്ത ജയ്സ്വാൾ ടീമിലുണ്ട്. PCCക്കെതിരെ ആരാധകർ തിരിഞ്ഞിരിക്കുകയാണ്. എന്തായാലും സഞ്ജുവിന് ഒരു നാൾ അവസരം കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.